എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ, കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ആത്മീയതയ്ക്ക് ശരിക്കൊരു സ്ഥാനമുണ്ടോ? പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ ഒരു കാഴ്ചപ്പാടുണ്ട്. അതുപ്രകാരം നമ്മുടെ വീട് തന്നെയാണ് ഏറ്റവും വലിയ സാധനാ കേന്ദ്രം. അപ്പോൾ ഈ ഗൃഹസ്ഥ ജീവിതത്തെ ആത്മശുദ്ധീകരണത്തിനുള്ളൊരു മാർഗമായി എങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഈ ഒരു ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിൽ മിക്കവരും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും ഈയൊരു ചോദ്യം, അല്ലേ? കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ, ജോലിയുടെ ടെൻഷൻ, ഇതിനിടയിൽ ആത്മീയമായൊരു വളർച്ച എങ്ങനെ സാധിക്കും? ശരിക്കും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അതോ കുടുംബം എന്നു പറയുന്നത് ആത്മീയതയിലേക്കുള്ളൊരു തടസ്സമാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്ര. ശരി, അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. നമ്മുടെ ആദ്യത്തെ ഭാഗം തന്നെ പരമ്പരാഗതമായി നമ്മൾ വിശ്വസിക്കുന്ന ഒരു ധാരണയെ തിരുത്തിക്കുറിക്കുന്ന ഒന്നാണ്. അതായത്, ഗൃഹസ്ഥാശ്രമം എന്നത് ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് അതൊരു ഉന്നതമായ സാധന തന്നെയാണ്. ആത്മീയത എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം എന്താ ഓടിവരുന്നത്? ഒരുപക്ഷേ വീടും കുടുംബവുമൊക്കെ ഉപേക്ഷിച്ച് ഹിമാലയത്തിലോ ഏതെങ്കിലും ആശ്രമത്തിലോ പോയിരിക്കുന്ന സന്യാസിമാരുടെ ചിത്രമായിരിക്കും, അല്ലേ? ഈ ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നും ഉത്തരവാദിത്തങ്ങളിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞുമാറിയാൽ മാത്രമേ ആത്മീയത നേടാൻ കഴിയൂ എന്നൊരു വിശ്വാസം നമ്മുടെ എല്ലാം ഉള്ളിൽ എവിടെയോ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെയാണ് ആചാര്യജി നമ്മുടെ ചിന്തയെ മൊത്തത്തിലൊന്ന് മാറ്റിമറിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ഒളിച്ചോട്ടമല്ല, മറിച്ച് നമ്മുടെ ഓരോ കടമയും ഓരോ ഉത്തരവാദിത്വവും സ്നേഹത്തോടെയും അർപ്പണബോധത്തോടെയും ചെയ്യുമ്പോഴാണ് നമ്മൾ ആത്മീയമായി വളരുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ ആശ്രമം നമ്മുടെ വീട് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട് ഒരു സാധനാ കേന്ദ്രമാകുന്നത്? അതാണ് നമ്മൾ അടുത്തതായി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ വീടിനെ ആത്മശുദ്ധീകരണത്തിനുള്ള, അല്ലെങ്കിൽ സെൽഫ് പ്യൂരിഫിക്കേഷനുള്ള ഒരു പരീക്ഷണശാലയായിട്ട്, ഒരു ലബോറട്ടറിയായിട്ട് കാണാനാണ് ആചാര്യജി നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ആത്മശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. നമ്മുടെ ഉള്ളിലൊക്കെയുള്ള അഹങ്കാരം, സ്വാർത്ഥത, ദേഷ്യം, അസൂയ, ഇതുപോലെയുള്ള ദുർഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ പതിയെ പതിയെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണിത്. ഇതിനെ നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഈ കുറവുകളെ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കുന്നതും അത് തിരുത്താൻ നമുക്ക് അവസരം തരുന്നതും നമ്മുടെ കുടുംബത്തിലെ ദൈനംദിന ജീവിതം തന്നെയാണ്. ഈയൊരു കാഴ്ചപ്പാടുണ്ടല്ലോ, ഇത് മാത്രം മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. കുടുംബത്തിലുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ ഒരു യുദ്ധമായിട്ട് കാണരുത്. പങ്കാളിയുമായുണ്ടാകുന്ന ഒരു തർക്കമോ അല്ലെങ്കിൽ കുട്ടികളുടെ വാശിയോ നമ്മളെ തോൽപ്പിക്കാൻ വരുന്ന ഒന്നല്ല, മറിച്ച് നമ്മളിലെ ക്ഷമയും സ്നേഹവും പരിശീലിക്കാനും വളർത്താനുമുള്ള ഒരു പരിശീലന കളരിയായിട്ട് അതിനെ കാണുക. ഓരോ വെല്ലുവിളിയും നമ്മളെ കുറച്ചുകൂടി ശുദ്ധീകരിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ ഈ പരിശീലന കളരിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുന്നത്? സത്യം പറഞ്ഞാൽ വേറൊരു യൂണിവേഴ്സിറ്റിയിലും കിട്ടാത്ത അമൂല്യമായ പാഠങ്ങളാണിത്. സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുന്നു. പ്രിയപ്പെട്ടവരുടെ കുറവുകളെ സ്നേഹത്തോടെ സഹിക്കാൻ പഠിക്കുന്നു. ഒരു പ്രതിഫലവും തിരിച്ചു പ്രതീക്ഷിക്കാതെ സേവനം ചെയ്യാൻ പഠിക്കുന്നു. എല്ലാത്തിനും മുകളിലായി വാക്കുകളിൽ മാത്രം ഒതുങ്ങാത്ത ആ നിരുപാധികമായ സ്നേഹം, അത് പ്രവൃത്തിയിലൂടെ എങ്ങനെ കാണിക്കാമെന്നും നമ്മൾ പഠിക്കുന്നത് ഇവിടെ നിന്നാണ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വളരെ മനോഹരമായൊരു ആശയമാണ്. നമ്മുടെ സാധാരണ ജോലികൾ, നമ്മുടെ ദൈനംദിന കടമകൾ, അതിനെ എങ്ങനെ ഏറ്റവും ഉന്നതമായ ഭക്തിയുടെ തലത്തിലേക്ക് ഉയർത്താമെന്നതാണ്. ഈ താരതമ്യം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. സാധാരണഗതിയിൽ ഭക്തിയെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുന്നത്? അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ കഴിക്കുന്നതും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. എന്നാൽ ഒരു ഗൃഹസ്ഥന്റെ ഭക്തി അങ്ങനെയല്ല, അത് ജീവിതം തന്നെയാണ്. മാതാപിതാക്കളെ സേവിക്കുന്ന ഓരോ നിമിഷവും, കുട്ടികളെ സ്നേഹത്തോടെ വളർത്തുന്ന ഓരോ പ്രവൃത്തിയും ഈശ്വരനുള്ള സേവനമായി മാറുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥനയായി മാറുന്നു. എന്തൊരു മനോഹരമായൊരു ഉപമയാണിതല്ലേ! താമരയിലയിൽ വെള്ളത്തുള്ളി നിൽക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ? വെള്ളത്തിലാണെങ്കിലും ഇലയിൽ ഒട്ടിച്ചേരാതെ നിൽക്കുന്നു. അതുപോലെ നമ്മൾ ഈ ലോകത്തിലെ എല്ലാ കടമകളും ചെയ്യണം, എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷെ ഒന്നിൻ്റെയും ഭാരമോ മോഹങ്ങളോ നമ്മുടെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ച് നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് യഥാർത്ഥ നിസ്സംഗത. ഇനി നമ്മൾ വരുന്നത് ഈ തത്വചിന്തയിലെ ഏറ്റവും നിർണായകമായ ഒരു ആശയത്തിലേക്കാണ്. മോഹവും യഥാർത്ഥ സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് ഈ ഫിലോസഫിയുടെ കാതൽ എന്നു പറയാം. മോഹം നമ്മളെ കെട്ടിയിടുന്നു. ഉദാഹരണത്തിന്, എന്റെ മകനൊരു ഡോക്ടറേ ആകാവൂ എന്ന് വാശി പിടിക്കുന്നത് മോഹമാണ്. കാരണം ആ ഒരു പ്രതീക്ഷ തകരുമ്പോൾ നമുക്ക് വലിയ ദുഃഖമുണ്ടാകും. നേരെ മറിച്ച്, എന്റെ മകൻ ആരായാലും നല്ലൊരു മനുഷ്യനാകണം, അവൻ സന്തോഷമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് പ്രേമമാണ്, അഥവാ നിസ്വാർത്ഥമായ സ്നേഹമാണ്. അത് അവനെയും നമ്മളെയും ഒരുപോലെ സ്വതന്ത്രരാക്കുന്നു.
ഈ സ്നേഹം എന്റേത് എന്ന ചിന്തയിൽ നിന്ന് നമ്മുടേത് എന്നതിലേക്ക് വളരുമ്പോൾ ലോകം മുഴുവൻ ഒരു കുടുംബമായി കാണാനുള്ള വിശാലമായ കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ സാധനയുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യമെന്താണ്? നമ്മുടെ സാധാരണ വീടിനെ ഒരു തപോവനമാക്കി മാറ്റുക. എന്താണ് തപോവനം? പണ്ട് ഋഷിമാരൊക്കെ തപസ് ചെയ്തിരുന്ന ശാന്തവും പവിത്രവുമായ ഒരിടം. അതുപോലെ എവിടെയാണോ സ്നേഹവും സമാധാനവും സേവനവും നിറഞ്ഞു നിൽക്കുന്നത്, ആ വീട് ഒരു പുണ്യ ആശ്രമത്തിന് തുല്യമായി മാറുന്നു. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? പക്ഷേ ഇതെങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? അതിനായി നമുക്ക് സ്വയം ഒരു പുതിയ പ്രതിജ്ഞയെടുക്കാം. ഈ ആത്മീയ പാതയിലൂടെ മുന്നോട്ടു പോകാൻ ഈ 3 കാര്യങ്ങൾ അടിസ്ഥാനമായി വേണം. ഒന്നാമത്തേത് സംയമനം, അതായത് ദേഷ്യം വരുമ്പോൾ വാക്കുകളെ നിയന്ത്രിക്കുന്നത്, അനാവശ്യ ചിന്തകളെ ഒഴിവാക്കുന്നത്, ഇതെല്ലാം അതിൽപ്പെടും. രണ്ടാമത്തേത് സേവനം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഒരു ഭാരമായിട്ട് കാണാതെ ഈശ്വരനുള്ളൊരു സമർപ്പണമായി സ്നേഹത്തോടെ ചെയ്യുക. മൂന്നാമത്തേത് സഹകരണമാണ്, കുടുംബത്തിലെല്ലാവരും പരസ്പരം താങ്ങും തണലുമായി ഒരുമയോടെ ജീവിക്കുക. ഈ 3ഉം കൂടിച്ചേരുമ്പോഴാണ് ആ സാധന പൂർണ്ണമാകുന്നത്. അതിനാൽ ഈ ഒരു ചർച്ചയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: ഗൃഹസ്ഥ ജീവിതം നമ്മളെ തളച്ചിടുന്ന ഒരു ഭാരമല്ല, നേരെമറിച്ച് നമ്മുടെ ആത്മാവിനെ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു സുവർണ ഏണിയാണ്. ഈ ഒരു പുതിയ കാഴ്ചപ്പാടോടെ നമ്മൾ ഓരോ ദിവസത്തെയും സമീപിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം കൂടുതൽ അർത്ഥപൂർണ്ണമാകും. ഈ ചിന്തകൾ നിങ്ങളുടെ യാത്രയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ. നന്ദി.